ഇൻഫ്ലുവൻസർ ദിയ കൃഷ്ണയുടെ കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും. അതായത് സ്വന്തം സ്ഥാപനത്തിൽ ജോലി ചെയ്ത 3 ആൾക്കാർ കൂടി അവരെ പറ്റിച്ച് അവരുടെ കുറച്ച് കാശ് അടിച്ചു മാറ്റിയ ഒരു കഥ. അപ്പോൾ ഇതിൻ്റെ അവരൊരു കേസ് കൊടുത്തു അവർക്കെതിരെ. അപ്പോൾ അതിനുശേഷം ദിയ കൃഷ്ണയ്ക്കെതിരെ ജാതി അധിക്ഷേപം എന്ന് പറഞ്ഞിട്ട് പ്രതികൾ കേസ് കൊടുത്തു. അപ്പോൾ ശരിയായിരിക്കാം, നമുക്കൊന്നും അറിയത്തില്ല. പക്ഷേ ഇങ്ങനെയൊരു തോട്ട് ഞാൻ മുമ്പത്തെ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊരു തോട്ട് ഇതിപ്പോൾ എവിടെ നിന്ന് വന്നു അല്ലേ? ഇതിപ്പം എന്തിനും ഏതിനും കയറി ജാതി അധിക്ഷേപിച്ചു, നിറത്തെ അധിക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം പറയാൻ തുടങ്ങി. ഇത് കുറച്ച് നാളായിട്ട് നമ്മുടെ അവിടെ നിന്ന് കേൾക്കാൻ പോലും ഇല്ലാണ്ട് ഈ ജാതി എന്നുള്ള കൺസെപ്റ്റ് തന്നെ. എന്താണെങ്കിലും കൊള്ളാം. ആര് കാരണമാണെന്ന് എനിക്കറിയത്തില്ല, നിങ്ങൾക്കറിയാവോന്ന് എനിക്കറിയത്തില്ല, നിങ്ങളിതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോയെന്ന് പോലും എനിക്കറിയത്തില്ല. എവിടെ നിന്നൊക്കെയോ ജാതിയെക്കുറിച്ചുള്ള വർത്തമാനങ്ങൾ ഇപ്പം അന്തരീക്ഷത്തിൽ പരക്കെ ആയിട്ടുണ്ടെന്നാണെങ്കിലും കൊള്ളാം. ഞാൻ മുമ്പ് പല വീഡിയോയിലും പറയുമ്പോഴത്തേനും എനിക്ക് വരുന്ന കമന്റ് എന്ന് പറഞ്ഞാൽ നീ AC-ക്കകത്തിരുന്ന് ഉണ്ടാക്കുന്നവനാന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ എനിക്കൊന്നും പറയാനില്ല. എവിടെ ഇരുന്ന് പറയുന്നവരാണെങ്കിലും എന്താണെങ്കിലും ജാതി എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇപ്പം പുതിയതായിട്ട് മുഴച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് എവിടെ വരെ പോകുമെന്നറിയത്തില്ല, ഇത് ആർക്കൊക്കെ എതിരെ ഉപയോഗിക്കുമെന്നറിയത്തില്ല. ചിലപ്പം നമുക്കൊന്നും അറിയത്തില്ല. ഞാൻ ഒന്നും പറയുന്നില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ അടിയിലും വന്നിട്ട് കമന്റ് ഉണ്ടാക്കും, നീ AC-ക്കകത്തിരുന്ന് ഉണ്ടാക്കിയെന്നും പറഞ്ഞ്. അതുകൊണ്ട് എനിക്കിത്രേ പറയാനുള്ളൂ. അപ്പം ആവശ്യമില്ലാത്ത ചിന്താഗതിക്കെതിരെ പോകാതിരിക്കുക, തിന്മയ്ക്കെതിരെ പോരാടുക, അത്രേ ഉള്ളൂ. അല്ലാണ്ട് തിന്മയ്ക്കെതിരെ സംസാരിക്കുമ്പോഴത്തേനും എന്തെങ്കിലും കൈ നിട്ട് ഒരു വിമൺ കാർഡോ അല്ലെങ്കിൽ ഒരു ജാതി കാർഡോ കൈ നിട്ടിട്ടെ ആർക്കിട്ടും അങ്ങനെ ചെയ്യുന്ന അത്ര ശരിയായിട്ടുള്ള ഒരു പരിപാടി അല്ലെന്നേ. അത് കാരണം അത്രേ ഉള്ളൂ. നീ വേറൊന്നും പറയാൻ